എടാ നീ നാട്ടുകാരാണോ? ഞങ്ങൾ ഈ നാട്ടുകാരാണോ? നിങ്ങൾ ഈ നാട്ടുകാരല്ലേ, അതുകൊണ്ടാണ് നമ്മളെ മനസ്സിലാവാത്ത. നമ്മൾ ഇവിടത്തെ പട്ടിക്കും പൂച്ചക്കും വരെ അറിയും. എന്താണ് ചേട്ടാ വല്ലതും കാണാണ്ട് പോയാ? അല്ല പട്ടിനെയും പൂച്ചനെയും നോക്കിയാണ് കണ്ടായത്, നിങ്ങൾ ആരാന്ന് നോക്കിയാൽ. സോ ഫണ്ണിയേ, വന്ന കാര്യം പറ ചേട്ടാ. ഇവിടത്തെ ഒരു അമലിനെ അറിയും? പൊന്നേട്ടാ, ഈ നാട്ടിൽ 10-18 അമലുണ്ട്. അഥവാ നിങ്ങൾക്ക് വല്ല വട്ടപ്പേരോ കളിപ്പേരോ വിളിപ്പേരോ ചെല്ലപ്പേരോ വല്ല അറിയെങ്കിൽ പറഞ്ഞതാ. വട്ടപ്പേരൊന്നറിയില്ല, അവനൊരു അച്ഛനുണ്ട്. നീക്കെന്താ ഞങ്ങൾക്ക് 10 എന്തുണ്ടെന്ന് ചോദിച്ചാടാ? എല്ലാരും പോലെ ഞങ്ങൾക്ക് ഒരു അന്തേ ഉള്ളു. അയ്യോ ഏട്ടാ, തന്തക്ക് വിളിച്ചല്ല, ആ വീട്ടിലാകെ ഒരു തന്തേ മോനേ ഉള്ളൂ. നമ്മളെ പെങ്ങൾക്ക് വേണ്ടി ഒരു കല്യാണോചനയായിട്ട് വന്നതാണ്. ആ ചെക്കനെ കുറിച്ച് അറിയാൻ വേണ്ടി അങ്ങോട്ട് വന്നത്. ഒരു അമൽ കൃഷ്ണ എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് ഈ നാട്ടിൽ വേറെ ആരെയും കിട്ടിയില്ലേ കെട്ടിച്ചു കൊടുക്കാൻ? ഈ മൊണ്ണയെ മാത്രമേ കിട്ടിയുള്ളൂ. എന്റെ പൊന്നു ബ്രോ, എത്ര നല്ല ആൺപിള്ളേരുണ്ട്, അവരൊന്നും പോരെ? എന്റെ പൊന്നു ബ്രോ, അവൻ ഇത്ര അലമ്പായിരുന്നോ? നിങ്ങൾക്ക് അവനെ പറ്റി അറിയാൻ പാടാത്തതുകൊണ്ടാ രണ്ടുപേര്. ഈ കഴിഞ്ഞിടയ്ക്ക് ഇവിടെ ഒരു ഉത്സവം ഉണ്ടായി. അവനെ ഷഡിപ്പുറത്തടി, അത് വെറും അടിയല്ല, മുണ്ട് നനച്ചിട്ട് എല്ലാത്തിനും മടക്കി അടിക്കാം. മുണ്ട് ഇങ്ങനെ ചുരുട്ടും അട്ടടി പൊന്നി. അവിടെ ഇരുന്ന ചാന ഇതിങ്ങനെ ഇരുന്നിട്ട് കൈ കുപ്പി. അത് മാത്രമല്ല ബ്രോ, ഇവിടെ ഈ നാട്ടില് കുറെ ചെല്ലപ്പേരുണ്ട്. വളിയൻ, കുടിയൻ, പിടിയൻ, പിന്നെന്തോ ഇങ്ങനെന്തോ സാധനമില്ലേ, എന്തോ പൊക്കത്തേക്ക് പോണതാണ്. യു മീൻ വാണം? ആ അത് തന്നെ ബ്രോ, വാണം. അത് തന്നെ. ഇവൻ ഈ പേര് വീഴാനുള്ള കാരണം എന്താ പറയുക? ഇവനൊരു പരിപാടിയുണ്ട് ബ്രോ. ആ പരിപാടി പറയണ്ട. ഇതെന്ന് വെച്ചാൽ ഇവനൊരു കുലുക്കി അടിക്കും. കുലുക്കി അടിച്ചിട്ട് ഇങ്ങനെ പൊക്കി വിടും. പൊക്കി വിട്ടിട്ട് തിരിച്ചു പിടിക്കും. അമ്മാരിയായിട്ടുണ്ട്. പക്ഷെ വാണത്തിനെക്കാട്ടും മേലെ പോവും കുലുക്കി. കഴിവ്, വൻ കഴിവാണ് ബ്രോ. അവൻ ഇത്ര പശക്കാറും. പിന്നെ കട്ടിലടിന്ന് പിടിച്ചിട്ട് കഥയുണ്ട്, പറയട്ടെ? എന്റെ ബ്രോ വേണ്ട, എന്നെപ്പോലത്തെ നല്ല ആൾക്കാരൊക്കെ ഈ നാട്ടിലുണ്ട്. വേണമെങ്കിൽ പറഞ്ഞാൽ ആദ്യം സെറ്റാക്കി തരാം. വേറെ നാട്ടിൽ പോയി നോക്കിക്കോളാം. ഓക്കെ.